എല്ലാവർക്കും നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ കന്യാകുമാരി പോയിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ കന്യാകുമാരി എത്തുമ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഉദയം കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരത്തെ അവിടെ എത്തിയത്. ഏകദേശം 3 മണി 3:30 ആയപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. അപ്പോൾ ഉദയം കാണാൻ ഭയങ്കര തിരക്കായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആകാശം നല്ല കാർമേഘാവൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറായിട്ട് നമുക്കത് വിസിബിൾ ആയില്ല. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് വിസിബിളായിട്ട് കിട്ടിയത്. എങ്കിലും നമ്മൾ കുറേ നേരം അവിടെ നിന്നു. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എൻ്റെ ഗോപ്രോയിലെടുത്ത വീഡിയോസാണ് കേട്ടോ ഈ കാണുന്നത്. മൊബൈലിലെടുത്തത് പുറകെ വരുന്നുണ്ട്, അത് നിങ്ങൾ നോക്കൂ. ഗോപ്രോയിലെടുത്തത് കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട്, പിക്ചേഴ്സൊക്കെ നല്ല ക്ലിയറാണ്. മറ്റേത് അത്ര ക്ലാരിറ്റി ഇല്ല. എങ്കിലും ഞാൻ രണ്ടിലും എടുത്തിട്ടുണ്ട്, 2 വ്യൂസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ നിന്നു. ദൂരെ വിവേകാനന്ദപ്പാറയും അതുപോലെ തിരുവള്ളുവരുടെ സ്റ്റാച്യു, അതിലേക്ക് പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ നമുക്ക് വിസിബിളാണ്. അതുപോലെ ബോട്ട്, ജെട്ടി എല്ലാം വിസിബിളാണ്. ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. നിറയെ ആളുകളായിരുന്നു. ഞങ്ങളൊക്കെ കുറേ പുറകിൽ നിന്നിട്ടാണ് എടുത്തത്. മുന്നിലൊക്കെ ആൾക്കാരായിരുന്നു. എന്നാലും നമുക്ക് കുറേ കവർ ചെയ്യാൻ പറ്റിയേ. വിവേകാനന്ദപ്പാറ പോവാൻ ഏകദേശം 11 മണിയാകുമ്പോഴേ ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോഴാണ് അറിയുന്നത് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വേലിയേറ്റം വന്നു കഴിഞ്ഞാലേ നമുക്ക് വെള്ളം ഉണ്ടാവുള്ളൂ ബോട്ട് ഇറങ്ങാൻ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല. കണ്ടില്ലേ, ഇവിടുത്തെ ജനം കണ്ടില്ലേ, ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു. ദൂരെ ഏതാ വിവേകാനന്ദപ്പാറ കാണുന്നത്, തിരുവള്ളുവരുടെ സ്റ്റാച്യു, അതുപോലെ അതിലേക്ക് പോകുന്ന ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമുക്ക് വിസിബിളാണ് ദൂരേന്ന്. ബോട്ട് ജെട്ടിയുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ബോട്ട് ജെട്ടിയാണ്. അവിടെ നിന്നാണ് ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാമറയിൽ അതുപോലെ മൊബൈലിലും ഒക്കെ പകർത്തി. നിറയെ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ഇതിങ്ങനെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. വിവേകാനന്ദ പാറയിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് നോക്കിയിട്ട് വേണം വരാൻ. സാധാരണ നമ്മൾ ഹോളിഡേയ്സിൽ വരുമ്പം ഇതാണ് പ്രശ്നം, ഒരുപാട് ജനങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും എല്ലാത്തിനും നമ്മൾ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കന്യാകുമാരിക്ക് പോകുമ്പം കഴിയുന്നതും വീക്ക് ഡേയ്സിൽ പോവുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ. ടിക്കറ്റ് കൗണ്ടറിൽ തിരക്കുകൾ കുറവായിരിക്കും. അപ്പോൾ പോവാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മിക്കവാറും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം, ഈ കാലത്ത് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. വെള്ളം ധാരാളം വേലിയേറ്റ സമയം അല്ല എന്നുണ്ടെങ്കിൽ ബോട്ട് ഇറക്കാൻ പറ്റില്ല. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ബോട്ട് ഇറക്കുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ അഥവാ വേലിയേറ്റത്തിൽ വേണ്ടത്ര വെള്ളം വന്നിട്ടില്ലെങ്കിൽ അവർ ബോട്ട് ഇറക്കാൻ പിന്നെയും താമസിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സമയം 3-4 മണിക്കൂർ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വിവേകാനന്ദപ്പാറ പോവാതെ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് കന്യാകുമാരി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. ഈ ഒരു വേനൽക്കാലത്ത്, എന്താ പറയുക, ഈ അറ്റ വേനൽക്കാലം എന്നൊക്കെ പറയില്ലേ, മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ഒരു സമയത്ത് പോകാതിരിക്കുക. കഴിയുന്നതും ജനുവരി, ഫെബ്രുവരി ആ സമയത്ത് പോവുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വീക്ക് ഡേയ്സിൽ പോവുക, ഒരിക്കലും ഹോളിഡേയ്സിൽ പോകാതിരിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വിവേകാനന്ദപ്പാറ പോകുന്നത് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്തിയിട്ട് നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ശുചീന്ദ്രത്തേക്ക് പോയി. ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് കേട്ടോ അവിടെ. ശുചീന്ദ്രം നല്ല ഗംഭീര ടെമ്പിളാണല്ലോ. അവിടെ പോയി അത് കഴിഞ്ഞ് നമ്മൾ ഒരു നാഗ ടെമ്പിളുണ്ട്, അവിടെ പോയി. പിന്നെ ആഴിമല ടെമ്പിൾ വിസിറ്റ് ചെയ്തു.
അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. പിന്നെ വേളി ബീച്ചിൽ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ട്രാവൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര വളരെ സുഖപ്രദമായിരിക്കും. അതുപോലെ ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആകാശം നല്ല മേഘാവൃതമാണ്. പക്ഷേ കടലും ആ ഒരു ആകാശവും മേഘാവൃതമായിട്ടുള്ള ആകാശവും എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ വിവേകാനന്ദപ്പാറ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ കാഴ്ച അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ശരവണ ഭവൻ ഹോട്ടലുണ്ട്, അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അവർ ഹോട്ടൽ തുറന്നിട്ടില്ല, 7 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7 മണി വരെ അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. 7 മണിക്ക് തുറന്ന ഉടനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ അത്യാവശ്യം വലിയ ഷോപ്പിങ്ങിനുള്ള സ്കോപ്പൊന്നും അവിടെ ഇല്ല കേട്ടോ. ഷോപ്പിങ്ങൊന്നും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക, ശുചീന്ദ്രത്തേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഷോപ്പിങ്ങൊന്നും അവിടെ വലിയ സ്കോപ്പില്ല കണ്ട സ്ഥലത്ത്. പിന്നെ അവിടെ കന്യാകുമാരിയുള്ള ടെമ്പിളിൽ വേണമെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അവിടെയും നല്ല ക്യൂ ആയിരുന്നു. ഇത് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയും നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം പെരുന്നാളിൻ്റെ അവധിയായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.